പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്ലാനിന് പിന്തുണയേറുന്നു. എതിർപ്പിനെ തുടർന്ന് രാഷ്ട്രീയകാര്യ സമിതിയിൽ പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിയാത്ത പ്ലാൻ പാർട്ടി ചർച്ച ചെയ്യണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട്. അതിനിടെ പാർട്ടി അറിയാതെ വി ഡി സതീശൻ സർവേ നടത്തിയെന്ന ആക്ഷേപമുയർത്താനും പാർട്ടിയിൽ നീക്കമുണ്ട്. നിലവിൽ കോൺഗ്രസ് ജയിച്ച 21 സീറ്റുകൾക്ക് പുറമെ അടുത്ത 42 സീറ്റുകൾ കൂടി കൂട്ടിച്ചേർത്ത് 63 സീറ്റുകൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടണമെന്നാണ് വി ഡി സതീശന്റെ പ്ലാൻ. ഈ ആശയം രാഷ്ട്രീയകാര്യ സമിതിയിൽ മുന്നോട്ട് വെച്ചതിൽ പിഴവില്ല എന്ന നിലപാടാണ് പാർട്ടിയിൽ ശക്തമാകുന്നത്. രാഷ്ട്രീയകാര്യ സമിതിയിലല്ലാതെ മറ്റെവിടെ ഇത് ഉന്നയിക്കുമെന്നതാണ് ചോദ്യം. രാഷ്ട്രീയകാര്യ സമിതിയിൽ ഒരു ആശയം ഉന്നയിച്ചത് തടസ്സപ്പെടുത്തിയ AP അനിൽകുമാറിന്റെ നടപടി ശരിയല്ലെന്നും ഇവർ വാദിക്കുന്നു. തടസ്സപ്പെടുത്തിയ നീക്കം ആസൂത്രിതമാണെന്ന വിലയിരുത്തൽ വി ഡി സതീശനുമുണ്ട്. എന്നാൽ 63 എന്ന കണക്ക് എന്തടിസ്ഥാനത്തിലാണെന്നാണ് മറ്റൊരു വിഭാഗത്തിന്റെ ചോദ്യം. കോൺഗ്രസ് സർവേ നടത്തിയതായി അറിയില്ലെന്നും ഇവർ വാദിക്കുന്നു. അങ്ങനെ പാർട്ടി ഒരു സർവേ നടത്തിയതായിട്ട് എനിക്കറിയാം. മിഷൻ 63യെ കുറിച്ച് ഒന്നും അറിയില്ലെന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറിയുടെ നിലപാട്. Where you have got this number? I was inside the meeting. I have no idea about this number. KPCC നേതൃമാറ്റ ചർച്ചകളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ഹൈക്കമാൻഡ് തീരുമാനം. സുനിൽ കനകലു ടീം തയ്യാറാക്കിയ നിരീക്ഷണങ്ങളും ഹൈക്കമാൻഡ് ഇതിനായി ഉപയോഗപ്പെടുത്തും. KR സാജു, മീഡിയ 1, തിരുവനന്തപുരം.